ആദ്യ സിംഗിൾസ് ടൈറ്റിൽ 2001 മിലാൻ ഇൻഡോർ ടൂർണമെൻറ്റിൽ നേടി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ത്രൂ വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലായിരുന്നു. 19 വയസ്സുള്ള ഫെഡറർ 4 തവണ ഡിഫെൻഡിംഗ് ചാമ്പ്യനായ പീറ്റ് സാംപ്രാസിനെ 4ാമത്തെ റൗണ്ടിൽ തോൽപ്പിച്ചു. 5 സെറ്റ് മാച്ച് ത്രില്ലറായിരുന്നു ആ മാച്ച്. പീറ്റ് സാംപ്രാസിൻ്റെ 31 മാച്ച് വിന്നിംഗ് സ്ട്രീക്ക് അതോടെ സമാപിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പ് 2003 വിംബിൾഡണിലായിരുന്നു. ഈ ചാമ്പ്യൻഷിപ്പ് വിജയത്തോടെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ വിംബിൾഡൺ വിജയിക്കുന്ന എലൈറ്റ് പട്ടികയിലേക്ക് ഫെഡറർ എത്തി. 2004 അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വർഷമായിരുന്നു. 3 ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പുകൾ അദ്ദേഹം നേടി. ആ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജയത്തോടെ 1ാം റാങ്കിലേക്ക് അദ്ദേഹം എത്തി. ആ വർഷം അദ്ദേഹം 11 സിംഗിൾസ് ടൈറ്റിലുകൾ നേടി. 2 ദശകത്തിൽ ആരും ഇത്രയും ടൈറ്റിലുകൾ നേടിയിരുന്നില്ല. 2005 ഈ പ്രകടനം അദ്ദേഹം തുടർന്നു. 11 ടൈറ്റിലുകൾ ആ വർഷവും നേടി. 2006 അദ്ദേഹത്തിന് വളരെ മികച്ച സീസണായിരുന്നു. 12 ടൈറ്റിലുകൾ, 3 ഗ്രാൻഡ് സ്ലാമുകൾ അദ്ദേഹം നേടി. ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ റാഫേൽ നദാലിനോട് പരാജയം നേരിട്ടു.